ഷാരോൺ വധക്കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ഗ്രീഷ്മ കുറ്റക്കാരി എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. രണ്ടാം പ്രതി അമ്മ സിന്ധുകുമാരിയെ കോടതി വെറുതെ വിടുന്നു. മൂന്നാം പ്രതിയായിട്ടുള്ള അമ്മാവൻ നിർമ്മലകുമാരനും കുറ്റക്കാരനാണ് എന്നാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. 3 പ്രതികൾ ഉള്ള കേസിൽ 2 പ്രതികളും കുറ്റക്കാര് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ശിക്ഷാവിധി നാളെയാണ് പ്രസ്താവിക്കുക. ഒന്നാം പ്രതിയായിട്ടുള്ള ഗ്രീഷ്മ കൊലപാതകം നടത്തി തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു, വിഷം നൽകി എന്നതുൾപ്പെടെയുള്ള കുറ്റങ്ങൾ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഒപ്പം അന്വേഷണത്തെ വഴിതെറ്റിക്കുന്നതിനുള്ള നീക്കങ്ങളും നടത്തി പ്രതി എന്നുള്ളതാണ് കോടതിയുടെ കണ്ടെത്തലുകൾ. ഇതിന്മേലുള്ള വിധി പ്രസ്താവം ആണ് നാളെ നടക്കാൻ പോകുന്നത്. അതേസമയം മൂന്നാം പ്രതിയായിട്ടുള്ള അമ്മാവൻ നിർമ്മലകുമാരൻ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ 7 വർഷം വരെ തടവ് ലഭിച്ചേക്കാവുന്ന ശിക്ഷയാണ്. അത് പരമാവധി ശിക്ഷയാണ്. അത്രയും ശിക്ഷ ലഭിക്കുവാനുള്ള സാധ്യത കുറവാണ്. എങ്കിൽ പോലും കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ നടത്തിയ ഒരു കൊലപാതകം ആയിരുന്നു ഇത്. അത് ആസൂത്രിതമായി നടത്തിയ കൊലപാതകം എന്ന് തന്നെയാണ് കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ശിക്ഷാവിധിയായിരിക്കും നൽകുക. ഈ കേസിൽ 95 പേരെ ആണ് കോടതി വിസ്തരിക്കുകയും ചെയ്തത്. 95 സാക്ഷികളെ അടക്കം വിസ്തരിച്ച കേസാണ്. സാക്ഷികൾ എന്ന് പറയാവുന്ന തരത്തിൽ ആരും തന്നെ ഉണ്ടായിരുന്നതുമില്ല. ഇപ്പോൾ പ്രതിയായിട്ടുള്ള ഗ്രീഷ്മയെ ആണ് പുറത്തേക്ക് എത്തിക്കുന്നത് എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കുറ്റക്കാരി എന്ന് കോടതി പ്രസ്താവിച്ചത് കേട്ടതിന് ശേഷം ഗ്രീഷ്മയെ തിരികെ കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുറ്റബോധമുണ്ടോ? ഗ്രീഷ്മയെ കോടതിയിൽ നിന്ന് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ ആണ് കാണുന്നത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോടൊന്നും പ്രതികരിക്കാൻ ഗ്രീഷ്മ തയ്യാറായിട്ടില്ല. മാധ്യമപ്രവർത്തകർക്കൊന്നും മുഖം നൽകാതെയാണ് ഗ്രീഷ്മ പോലീസ് വാഹനത്തിലേക്ക് കടക്കുന്നത്. കുറ്റബോധമുണ്ടോ എന്ന ചോദ്യത്തോടും ഗ്രീഷ്മ പ്രതികരിക്കുകയും ചെയ്തിട്ടില്ല. കുറ്റക്കാരി എന്ന കോടതിയുടെ കണ്ടെത്തൽ വിധി കേട്ട ശേഷം ഗ്രീഷ്മയെ തിരികെ കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ഗ്രീഷ്മ തയ്യാറായിട്ടില്ല. ഗ്രീഷ്മയെ തിരികെ കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആണ്. കനത്ത പോലീസ് സുരക്ഷാ വലയത്തിൽ തന്നെയാണ് ഗ്രീഷ്മയെ തിരികെ കൊണ്ടുപോകുകയും ചെയ്തിട്ടുള്ളത്. കേസിലെ 2 പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയ പശ്ചാത്തലം വനിതാ പോലീസിന്റെ സഹായത്തോടുകൂടി ഗ്രീഷ്മയെ തിരികെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ കാണുന്നത്. കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്ന് കോടതി കണ്ടെത്തിയ പശ്ചാത്തലം കൊലപാതക കുറ്റം തെളിഞ്ഞിരിക്കുന്നു എന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമവും നടന്നു. വിഷം നൽകിയതിന് കൃത്യമായ തെളിവുകളുണ്ട് എന്നതാണ് ഇപ്പോൾ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമാവുകയും അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ തെളിയിക്കപ്പെടുകയും ചെയ്തു എന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഒന്നാം പ്രതിയായിട്ടുള്ള ഗ്രീഷ്മയെ കോടതി വളപ്പിൽ നിന്ന് നീക്കിയിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഗ്രീഷ്മ നാളെ കോടതി ശിക്ഷ വിധിക്കുമ്പോഴും ഗ്രീഷ്മയെ കോടതിയിലേക്ക് എത്തിക്കുകയും ചെയ്യും. അന്തിമവാദം നാളെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറ്റക്കാരി എന്ന് കണ്ടെത്തിയതിനു ശേഷം എന്താണ് ഗ്രീഷ്മയ്ക്ക് പറയാനുള്ളത് എന്നതും കോടതി കേൾക്കും. അതിനുശേഷം ആണ് വിധി പ്രസ്താവിക്കാൻ പോകുന്നത്. ഇന്ന് അത്തരത്തിൽ ഒരു പ്രതികരണം കോടതി തേടിയിട്ടില്ല. അന്തിമവാദം നടന്നിട്ടില്ല. നാളെയായിരിക്കും അന്തിമവാദം നടക്കുക എന്നാണ് നേരത്തെ പ്രോസിക്യൂഷൻ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്.